എന്താണ് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ച് അത് ചെയ്യുക എന്നതല്ലേ യഥാർത്ഥത്തിൽ കേരളത്തെ പോലെ തരക്കേടില്ലാത്ത ഒരു മറ്റ് എല്ലാ സൂചികകളിലും മെച്ചപ്പെട്ട് നിൽക്കുന്ന നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശാസ്ത്രീയമായി എന്താണ് ഈ സംസ്ഥാനത്തിന് ഏറ്റവും ചേർന്ന മദ്യനയം എന്ന് പഠിച്ചത് നടപ്പാക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാ കാലത്തും ഈ ഹിപ്പോക്രസിയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ മട്ടിൽ കാര്യങ്ങൾ ഹിപ്പോക്രസിയാണ് മദ്യനയത്തെ നിർണ്ണയിക്കുന്നത് എന്ന മട്ടിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചത്? അന്ന് ഈ 2 സ്റ്റാർ ബാറുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ബാറുകൾ അനുവദിക്കാൻ യോഗ്യതയില്ലാത്ത ചില ഹോട്ടലുകളുടെ കാര്യത്തിലുള്ള തർക്കം വളർന്നു പിന്നെ ഇത് ബാർ കോഴ ആരോപണത്തിലേക്കും സംസ്ഥാനത്ത് സമ്പൂർണ്ണമായ മദ്യനിരോധനം പ്രഖ്യാപിക്കുന്നതിലേക്കും വരെ എത്തി. എന്തെങ്കിലും യുക്തിസഹമായ ആലോചനയുടെ ബാക്കിയായിരുന്നോ ആ നടപടി? അല്ലല്ലോ. VM സുധീരൻ അന്ന് കടുംപിടുത്തം പിടിച്ചു. ഏതാനും ചില ബാറുകൾക്ക് ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിൽ തർക്കമുണ്ടാകുന്നു. ഉമ്മൻചാണ്ടി വാശി ഈ VM സുധീരനുള്ള വാശിപ്പുറത്താണ് അദ്ദേഹം എല്ലാം സമ്പൂർണ്ണ മദ്യനിരോധനം അങ്ങ് തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാനത്ത് ആ നിലയ്ക്കാണോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്? ഏതാണ്ട് ഈ മട്ടിൽ തന്നെയാണ് മുമ്പ് ചാരായ നിരോധനം. AK ആന്റണി ചാരായ നിരോധിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരൊറ്റ ചാരായക്കട ഉണ്ടായിരുന്നെങ്കിൽ ആ ചാരായക്കട ഇല്ലാതായതോടെ 10-20 സ്ഥലത്ത് ഊറ്റും തുടങ്ങി. ഇതാണ് സാധാരണ സംഭവിച്ചത്. അപ്പോൾ ഈ മട്ടിലല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതായത് ഈ മദ്യത്തെ എതിർത്താൽ മഹാനാകാം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ മൊത്തത്തിൽ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായാലും മദ്യനയം നടപ്പാക്കുമ്പോൾ കുറേയേറെ ഒരു പഠനത്തിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രായപരിധി മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലാണ്. 23 വയസ്സാവണം ഇവിടെ മദ്യപിക്കണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ജർമ്മനിയിൽ ബിയർ അടിക്കാൻ 14 വയസ്സ് മുതൽ പറ്റും. ഇവിടെ 23 വയസ്സായാലാണ് കേരളത്തിൽ പറ്റുക. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിന് അതാണ് ശരി എന്നുള്ള മട്ടിലുള്ള ഒരു നോർഡിക് രാജ്യങ്ങളിലെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ മദ്യ നിയന്ത്രണമാണ് കേരളത്തിൽ നല്ലത് എന്നുള്ള ആലോചനയുടെ ബാക്കിയായിട്ടൊക്കെയാണ് ഏതാണ്ട് ആ നിലയ്ക്ക് തീരുമാനം വന്നത്. അതിനൊരു തുടർച്ച, ശരി, അതിനെക്കുറിച്ച് ആലോചിച്ച് പഠിച്ച് അതിൻ്റെ തുടർച്ചയിലേക്ക് കടക്കണോ, അതല്ലെങ്കിൽ അതിൽ വേണ്ട മാറ്റം വരുത്തണോ? ഇതൊക്കെ തന്നെയല്ലേ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം ഇപ്പോൾ മദ്യത്തെ അങ്ങ് കണ്ണുമടച്ച് എതിർത്താൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ ഒറ്റയടിക്ക് എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സർക്കാരിന് എനിക്കൊന്ന് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ഞങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികളാണ്. അവർ അതിശക്തമായി ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. എന്ത് പഠനമാണ് അവർ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്? ഇതിപ്പോൾ എന്ത് തീരുമാനമാണ് ഇതിലുണ്ടായിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ആലോചനയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ VD സതീശൻ മാത്രം ഏകപക്ഷീയമായി എടുത്ത തീരുമാനം എന്നാണല്ലോ പറയുന്നത്. എന്ത് തീരുമാനമാണിത് എന്നത് പഠിച്ചതിന് ശേഷമുള്ളൊരു വിമർശനമായി എനിക്ക് ആ വിമർശനം കണ്ടിട്ട് തോന്നിയില്ല. ഇന്ന് VM സുധീരൻ്റെ വിമർശനത്തിലും എന്താണ് ആ വിമർശനത്തിൻ്റെ കാതൽ എന്നുള്ളതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകുകയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. KC വേണുഗോപാൽ പോകുന്ന വഴിക്ക് വെറുതെ ഒരു കൊട്ടു കൊടുത്തിട്ട് പോയി. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ കാമ്പ് എന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്? എനിക്കിതിനകത്ത് തരക്കേടില്ലാതെ തോന്നിയ ഒരു പോയിന്റ് പിണറായി വിജയൻ പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇതുകൊണ്ട് സാധാരണക്കാരനുള്ള ഗുണം, അതൊന്ന് പറയണം എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ. മറ്റ് അഴിമതി ആരോപണങ്ങളുടെ തലത്തിലേക്ക് അത് വേറെ പോകേണ്ടതാണ്.